ഹലോ ഓൾ. സോ ഇന്നലത്തെ ആനിമേഷൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് പ്രോഗ്രാമിലോട്ട് പോവാം. ഓക്കെ, സോ നിങ്ങളുടെ യൂണിറ്റി ഓപ്പൺ ആയിട്ടുണ്ടാവില്ലേ? വി എസ് കോഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വി എസ് കോഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് C# ഒരു ബേസിക് സ്ട്രക്ചർ ആണ് നോക്കുന്നത്. അധികം ഇൻഡെപ്ത് ആയിട്ട് പോകത്തില്ല. ആൻഡ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി നമ്മളൊരു C# വെച്ചിട്ട് ഒരു ഗെയിമിന് എങ്ങനെ ഒരു ഇൻപുട്ട് സിസ്റ്റം കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ ഒരു പ്ലെയിന് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒരു പ്ലെയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ അതിന്റെ സെഡ് ആക്സിസ് ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് മേക്കിംഗ് ലൈക്ക് ഒരു പാത്ത് പോലെ ആക്കുവാണ്. ഒരു ജസ്റ്റ് എ റോഡ് റെഫറൻസ്. സോ ഇതിൽ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു ഒബ്ജക്റ്റ് പുട്ട് ചെയ്യാം. സോ ഒരു സ്പിയർ സപ്പോസ് ഓക്കെ. ഇനി നമ്മൾക്ക് ഈ റോഡും സ്പിയറും ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്പിയർ എങ്ങനെ ഈ ഒരു റോഡിലൂടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കാന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ നിങ്ങൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഫോൾഡർ സ്ക്രിപ്റ്റ്സ് എന്ന് നെയിം കൊടുക്കുക. ആൻഡ് അതിൻ്റെ അകത്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റിൽ മോണോ ബിഹേവിയർ സ്ക്രിപ്റ്റ് എന്നുണ്ടാവും, തേർഡ് ഓപ്ഷൻ. സോ ഈ മോണോ ബിഹേവിയർ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു നെയിം മാറ്റാൻ വരും. മോണോ ബിഹേവിയർ സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്ത പാടെ തന്നെ അവിടെ നെയിം ചേഞ്ച് ചെയ്യാൻ വരും. സോ നിങ്ങളത് ചേഞ്ച് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ തൽക്കാലം മൂവ് എന്ന് കൊടുക്കാം. സോ നിങ്ങൾ കൊടുക്കുന്ന നെയിം എന്താണെന്ന് വെച്ചാൽ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഇൻ കേസ് ഒരു സ്പേസ് എക്സ്ട്രാ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ദ സ്ക്രിപ്റ്റ് വോണ്ട് വർക്ക്. ഓക്കെ, സോ മൂവ് എന്ന് കൊടുത്തു. സോ ജസ്റ്റ് അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വി എസ് കോഡ് ഓപ്പൺ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വി എസ് കോഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഇത് ഓപ്പൺ ആയി വരും. സോ ഇങ്ങനെയാണ് ഒരു ഇന്റർഫേസ് ഉണ്ടാവുന്നത്. ഇതിൽ ജസ്റ്റ് സ്ട്രക്ചർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സോ ഇതിൽ ടോപ്പിൽ കാണുന്ന ഈ ഒരു യൂസിങ് യൂണിറ്റി എൻജിൻ എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ, ഈ ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യൂണിറ്റിയുടെ ലൈബ്രറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണിത്. സോ ഇതിന് ശേഷം വരുന്ന ഈ ഒരു ക്ലാസ്, ഈ പബ്ലിക് ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, വേർഡ് അപ്ഡേറ്റും വേർഡ് സ്റ്റാർട്ടും. സോ ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ വേർഡ് സ്റ്റാർട്ടിൽ നമ്മൾ ഒരു ഗെയിം ലോഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ലോഡ് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ വർക്ക് ചെയ്യണം, ആ ഒരു ഫംഗ്ഷൻ എന്തൊക്കെ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണം എന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് യൂസ് ചെയ്യുന്നത്. സോ അപ്ഡേറ്റ് ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിന് ശേഷം വരുന്ന ഓരോ ഫ്രെയിമിലും ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു വേർഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ്. സോ നിങ്ങൾ ഇവിടെ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്തോ.
ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ഫിയർ എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കുന്നത്. ഈ ഒരു സ്ഫിയർ എങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾക്ക് നോക്കേണ്ടത് ഇത് ഏതൊരു ആക്സിസിൽ മൂവ് ചെയ്യണം. അതിപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് വി ഹാവ് ദാറ്റ് ഇതൊരു സെഡ് ആക്സിസ്. ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ കാണാം ഈ ഒരു സെഡ് ആണ് ഇവിടെ, ഈ ഒരു സെഡിന്റെ പൊസിഷനാണ് ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് ആ ഒരു പോസിറ്റീവ് സെഡ് ആക്സിസിലാണ്. സോ ഇവിടെ വി ക്യാൻ ജസ്റ്റ് ടൈപ്പ് ഇൻ ട്രാൻസ്ഫോം ഡോട്ട് ട്രാൻസ്ലേറ്റ്. ഇതിൽ ഈ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പോണന്റ് ആണ് ട്രാൻസ്ഫോം. ഈ ടോപ്പിലുള്ള കമ്പോണന്റ് ആണ് ട്രാൻസ്ഫോം. ആൻഡ് അതിൽ ട്രാൻസ്ലേറ്റ് എന്ന് വെച്ചാൽ പൊസിഷൻ മാറുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ട്രാൻസ്ലേഷൻ ആണ് ആക്ച്വലി പറയുന്നത്. സോ ട്രാൻസ്ഫോം ഡോട്ട് ട്രാൻസ്ലേറ്റ് ഇത് ജസ്റ്റ് 0 0 1 എന്നിട്ട് ലാസ്റ്റ് ഒരു സെമിക്കോളൻ. സോ ഇതാണ് ലൈൻ. ജസ്റ്റ് ഒരു 1 ലൈനേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ കൺട്രോൾ S ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക, ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക് ടു യൂണിറ്റി. ആൻഡ് ഈ ഒരു സ്ക്രിപ്റ്റ് ഉള്ള ഫോൾഡർ, ഈ ഫയൽ ജസ്റ്റ് ഈ സ്പിയറിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ. സോ ഇവിടെ ആ ഒരു മൂവ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഇവിടെ ലോഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ദെൻ നമ്മൾക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു ബോൾ ഇപ്പൊ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സെഡ് ആക്സിസ് ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഒരു ബോൾ അവിടെ നിന്ന് മൂവ് ആയി. സോ ജസ്റ്റ് 1 ലൈൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു ബോൾ മൂവ് ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യൂണിറ്റി ഡിഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 001 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു ആക്സിസ് ആണ്. ഇത് എക്സ് വൈ സെഡ് എന്നുള്ള ആക്സിസ് ആണ്. ഇതിൽ ഈ 1 എന്ന് പറഞ്ഞ സെഡിലാണ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1 മീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. നമ്മളത് സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് VS കോഡ് എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ടൈം ഡോട്ട് ഡെൽറ്റ ടൈം ഇൻറ്റു 20 എന്ന് കൊടുക്കാം. ദെൻ അതൊന്ന് സേവ് ചെയ്യാം. ഗോ ബാക്ക് ടു യൂണിറ്റി. ജസ്റ്റ് ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു ബോളിന്റെ മൂവ്മെന്റ് സ്പീഡ് കുറഞ്ഞു. സോ ഇത് ഇങ്ങനെയാണ് നമ്മളൊരു മൂവ്മെന്റ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആനിമേറ്റ് ചെയ്തിട്ടും ചെയ്യാം. ഇത് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യുന്നത്, ഇന്നലെ പറഞ്ഞത് ആനിമേറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ ഇതാണ് ആ ഒരു ഡിഫറൻസ്. സോ നമുക്ക് ഇനി ഇവിടെ കുറച്ചുകൂടി ഒരു ക്ലീൻ കോഡിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 001 എന്നുള്ളതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡിഫൈൻ ചെയ്യാം. സോ 001 ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ ജസ്റ്റ് കോൾ ഇറ്റ് ആസ് വെക്ടർ 3. സോ ഇത് ജസ്റ്റ് മാക്സ് ആണ്. വെക്ടർ 3 ഡോട്ട് 001 എന്ന് വെച്ചാൽ സെഡ് ഫോർവേഡ്. സോ ഫോർവേഡ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, വെക്ടർ 3 ഡോട്ട് ഫോർവേഡ്, ഇതിനാണ് നമ്മൾ 001 എന്ന് പറയുന്നത്.
സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സിമിലർ തന്നെ ആയിരിക്കും. ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സിമിലർ വർക്കിംഗ് തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ ഒരു 20 ഇതിപ്പം നമ്മൾ ഈ ഒരു സ്പിയറിന്റെ നമ്മൾ സ്പീഡ് ഇവിടെ മാറ്റണമെങ്കിൽ എപ്പോഴും കോഡിൽ വന്നിട്ട് VS കോഡിൽ വന്നിട്ട് 20 മാറ്റിയിട്ട് 10 ആക്കുക, അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ആണ്. സോ നമുക്കത് യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ഇൻബിൽട്ട് ആയിട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ നമ്മൾ അതെന്താ വേണ്ടത് വെച്ചാൽ ടോപ്പിൽ നമുക്ക് തൽക്കാലം ഈ സ്റ്റാർട്ടിന്റെ ആവശ്യമില്ല. സോ നമുക്കിത് തൽക്കാലം റിമൂവ് ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. സോ പബ്ലിക് ഫ്ലോട്ട്, പബ്ലിക് എന്ന് പറഞ്ഞാൽ ആക്സസ് മോഡിഫയർ ആണ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഫ്ലോട്ട് സ്പീഡ്, സ്പീഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഈക്വൽ ടു 10f എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഈ 10 നമുക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ ആ സ്പീഡ് അവിടെ കൊണ്ടുവരാം. സോ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഇവിടെ വന്നു, കണ്ടോ? നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സി, ഇത് മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. സോ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഇതിപ്പോ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ മൈനസ് വെക്കുമ്പോൾ ഇത് ബാക്കോട്ട് വരുന്നു, 0.6 വെക്കുമ്പോൾ അത്രയും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടുമ്പം അതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കൂടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡാറ്റ നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബേസിസിലാണ്. അതായത് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിൾ നമുക്ക് വേണമെങ്കിൽ യൂണിറ്റിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യാം. സോ നമ്മളിപ്പോൾ നോക്കിയത് ഒരു മൂവ്മെന്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. സോ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. സോ റൊട്ടേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സിമിലർ കോഡ് തന്നെയാണ്. സോ ട്രാൻസ്ഫോം, ആദ്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ആണ് യൂസ് ചെയ്തത്, ഇപ്പം നമ്മൾ റൊട്ടേറ്റ് യൂസ് ചെയ്യുന്നു. റൊട്ടേറ്റ് ആൻഡ് ഇതിൽ നമ്മൾ വെക്ടർ 3 ഡോട്ട് അപ്പ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾക്ക് വേണ്ട എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ബോള് നേരെ പോയിട്ട് അത് കേവ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പോകണം. സോ ഇങ്ങനെ പോയിട്ട് ഇത് കേവ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകണം, റൈറ്റിലോട്ട് പോകണം. ആ ഒരു ബേസിസിലാണ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് വെക്ടർ 3 ആപ്പ് പിന്നെ കോമ സിമിലർലി ടൈം ഡോട്ട് ഡെൽറ്റ ടൈം. ഇൻറ്റു റൊട്ടേറ്റ് എന്ന് കൊടുക്കാം. നമുക്ക് ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാനുണ്ട്, പബ്ലിക് ഫ്ലോട്ട് റൊട്ടേറ്റ് എന്ന്. സോ റൊട്ടേറ്റ് ഈക്വൽ ടു 50 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനിയൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ആ ഒരു ബോൾ മൂവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു മൂവ്മെന്റിന്റെ ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളിപ്പം ഒരുപാട് ബിഗർ ഗെയിംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു പ്ലെയർ വാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാർ മൂവ്മെന്റ്,
അതൊക്കെ നമ്മൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇനിയിപ്പം നമ്മൾ പ്രീ ഡിഫൈൻ ആയിട്ട് ഇത് മൂവ്മെന്റ് ഇവർ തന്നെ ഈ ഒരു യൂണിറ്റി സോഫ്റ്റ്വെയർ തന്നെ ഈ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുവാണ്. സോ നമുക്ക് തന്നെ അത് ഇപ്പൊ നമ്മളുടെ കീബോർഡ് വെച്ചിട്ട് WASD അല്ലെങ്കിൽ ആരോ കീസ് വെച്ചിട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കാം. സോ അതിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. സോ കുറച്ച് എക്സ്ട്രാ വേരിയബിൾസും കാര്യങ്ങളും ആഡ് ചെയ്താൽ മതി. സോ നമ്മളിവിടെ രണ്ട് കീ കോഡ് ആഡ് ചെയ്യുന്നു. അതായത് പബ്ലിക് ഫ്ലോട്ട് മൂവ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കീ, പിന്നെ പബ്ലിക് ഫ്ലോട്ട് മൂവ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു കീ. ഇങ്ങനെ രണ്ട് കീ കോഡ് ആഡ് ചെയ്യുന്നു. ഇത് വേരിയബിൾസ് ആണ്. ഈ ഒരു വേരിയബിൾസ് ആണ് നമ്മളൊരു അതിന്റെ കീബോർഡിൽ WASD എന്ന് പറഞ്ഞ ആ ഒരു കീ ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു ഇൻപുട്ട് കിട്ടുന്ന ഇതിലേക്കായിരിക്കും നമ്മൾ ആ ഒരു ഇൻപുട്ട് കിട്ടുന്നത്. സോ അതിന് വേണ്ടത് വേർഡ് അപ്ഡേറ്റ് പോയിട്ട് ജസ്റ്റ് മൂവ് അപ്പ് ഈക്വൽ ടു ഇൻപുട്ട് ഡോട്ട് ഗെറ്റ് ആക്സിസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ. അതേപോലെ മൂവ് സൈഡ് ഈക്വൽ ടു ഇൻപുട്ട് ഡോട്ട് ഗെറ്റ് ആക്സിസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പൊ നമ്മൾ ആ ഒരു മൂവ് അപ്പിലോട്ട് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആഡ് ചെയ്തു. മൂവ് സൈഡിലോട്ട് ആ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെന്റ് ആഡ് ചെയ്തു. സോ നമ്മൾ ഇത് ഇനി ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തായാലും ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റിൽ ഇത് നമ്മളെ ഒന്നും ക്ലിക്ക് ചെയ്യാതെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെന്താ വേണ്ടത് വെച്ചാൽ ഈ ഒരു കോഡിലോട്ട് ഇവിടെ ട്രാൻസ്ഫോം ഡോട്ട് ട്രാൻസ്ലേറ്റിൽ ഈ ഒരു കീ കോഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൂവ് അപ്പ് എന്ന് പറഞ്ഞ കീ ട്രാൻസ്ലേറ്റിലും റൊട്ടേറ്റിലോട്ട് മൂവ് സൈഡ് എന്ന് പറഞ്ഞ കീ ആഡ് ചെയ്യല്ല മൾട്ടിപ്ലൈ ചെയ്യുക. സോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് യൂണിറ്റി ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്പിയർ മൂവ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ആ W കീ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇറ്റ് മൂവ്സ്. S ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ തിരിച്ച് ബാക്കോട്ട് വരുന്നു. ആൻഡ് W ആൻഡ് A ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റിലോട്ട് പോയി. സോ സിമിലർലി W ആൻഡ് A തിരിച്ച് നമ്മൾ റിവേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മൂവ്മെന്റിൽ ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. സോ നമ്മൾ W ആൻഡ് D ക്ലിക്ക് ചെയ്തു. സോ ഇതിങ്ങനെ റൈറ്റിലോട്ട് പോയി. സോ അതേപോലെ നമ്മൾക്ക് തിരിച്ച് റിവേഴ്സ് വരണം. സോ W പകരം S ക്ലിക്ക് ചെയ്തിട്ട് D ക്ലിക്ക് ചെയ്തു. ആൻഡ് അത് തിരിച്ചു വരുന്നതിന് പകരം അത് മുന്നോട്ടാണ് പോകുന്നത്. ഒരു റൊട്ടേഷനിൽ ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. സോ അത് മാറ്റണമെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. പബ്ലിക് ഫ്ലോട്ട് ഡയറക്ഷൻ. സോ ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഡയറക്ഷനിലോട്ട് നമ്മൾ ഒരു ലോജിക് ആഡ് ചെയ്യണം. അതായത് ഡയറക്ഷൻ ഈക്വൽ ടു മൂവ് അപ്പ്. അതായത് മൂവ് അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ കീ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ, മൂവ് അപ്പ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ് ഗോസ് -1, എൽസ് ഇറ്റ് ഗോസ് 1. ഇതൊരു ബേസിക് ഇഫ് എൽസ് ലോജിക് ആണ്. ആൻഡ് ദെൻ നമ്മൾ ഈ ഒരു റൊട്ടേറ്റിലോട്ട് ഈ ഒരു ഡയറക്ഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ അതൊന്ന് സേവ് ചെയ്തിട്ട് ജസ്റ്റ് യൂണിറ്റി ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ
നമ്മൾ W&D, ഞാനിപ്പം W&D ആണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഗോസ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ് ആൻഡ് ഫോർവേഡ്. സോ സിമിലർലി ജസ്റ്റ് റിവേഴ്സ് S&D ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വന്ന വഴി അതേപോലെ റിവേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഒരു ബേസിക് ഇൻപുട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഡൗട്ട് ഉള്ളവരുണ്ടോ? അല്ല ഓക്കെ ആണോ ഇത്ര? ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇറർ കാണിക്കുന്നവരുണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് എന്തും കോഡ് ചെയ്യുന്നത്. എങ്ങനെയും ഇതിന്റെ സ്ട്രക്ചർ ഇതാണ്. ഈ ഒരു വേർഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വേർഡ് സ്റ്റാർട്ടിൽ നമ്മൾ ഇനീഷ്യലി വേണ്ട ലോജിക്കും ഫങ്ഷൻസും ആഡ് ചെയ്യും. എന്നിട്ട് അപ്ഡേറ്റിലാണെങ്കിൽ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ഒരു ഗെയിം ഔട്ട്പുട്ട് നമ്മൾ പ്ലേ ചെയ്ത ഔട്ട്പുട്ടിൽ തുടക്കത്തിൽ സ്റ്റാർട്ട് വരും. അതിന് ശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല? ഓക്കെ, ഇന്നലെ പറഞ്ഞ ആനിമേഷനിലായാലും എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു തംസ് അപ്പ് ഇടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കും ഡൗട്ടും ഒന്നും ഇല്ലെങ്കിൽ ഐ തിങ്ക് ഇത്ര ഒരു 4 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നു, അതിൽ ആനിമേഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞു തന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ബേസിക് സ്ക്രിപ്റ്റിങ്ങും പറഞ്ഞു തന്നു. അതിലിപ്പം ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു കോഡിങ് സ്ട്രക്ചർ ഇതാണ്, C# സ്ട്രക്ചറും ഞാൻ പറഞ്ഞു തന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ കോഡിങ്ങിന്റെ കാര്യങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ്. അല്ല ഇൻ കേസ് നിങ്ങൾക്ക് ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിന്റെ കോഡിങ് കാര്യങ്ങൾ നോക്കണമെങ്കിൽ യൂണിറ്റി തന്നെ ഒരുപാട് ലെസൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ AI യൂസ് ചെയ്യാം. സോ ഐ തിങ്ക് ഓവറോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അബൌട്ട് ഗെയിം ഡെവലപ്മെന്റ്, യൂണിറ്റി ഡെവലപ്മെന്റ്, സംതിങ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ കരിയർ പ്രോസ്പെക്ട് അങ്ങനെ എന്തെങ്കിലും? ആർക്കും ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ ഐ തിങ്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആനിമേഷൻ മൂവിങ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഈ ഒരു സ്ട്രക്ചർ വെച്ചാണ് നമ്മൾ എല്ലാ മൂവ്മെന്റ് ഇൻപുട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല.
ഇതിപ്പോ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇന്നലെ കാണിച്ച ഫീനിക്സ് ബേർഡിന്റെ ആണ്. സോ അതിന്റെ സൈസ് ബിഗർ ആയതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വോണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. മാൻ വാക്കിങ്ങിന് ആക്ച്വലി മാൻ വാക്കിങ് നമുക്ക് ആനിമേഷൻ വെച്ചിട്ടും ചെയ്യാം. അല്ലാതെ ഇപ്പം ഈ ഒരു ഗെയിം ഡെവലപ്മെന്റിനാണെങ്കിൽ യൂണിറ്റി തന്നെ ഒരു സ്റ്റാർട്ടർ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വിൻഡോസിൽ പോയിട്ട് ഈ ജസ്റ്റ് യൂണിറ്റി അസറ്റ് സ്റ്റോർ പോവുകയാണെങ്കിൽ അവിടെ യൂണിറ്റി സ്റ്റാർട്ടർ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആ ഒരു സ്റ്റാർട്ടർ കിറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് മൂവ്മെന്റ് അവരെന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കിട്ടും. സോ ബേസിക്കലി ആയിട്ട് നമ്മൾ ആ ഒരു സംഭവത്തിന് ഒരുപാട് സ്ട്രെസ് ചെയ്യണ്ട. ആൻഡ് ആനിമേഷൻ പ്ലസ് സ്ക്രിപ്റ്റിംഗ് കാണിക്കണമെങ്കിൽ ഐ തിങ്ക് നമുക്ക് ഒരു ക്ലാസ്സും കൂടി ചെയ്യേണ്ടി വരും. കൂടുതൽ ടൈം വേണം അതിന്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഐ തിങ്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനില്ല? അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വേറെ നിങ്ങൾക്ക് ഇനിയിപ്പം എക്സ്ട്രാ ഡൗട്ട്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. ഒരു ഗ്രൂപ്പ് ഐ തിങ്ക് ഒരു യൂണിറ്റിയുടെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ.